വാവുതേ, ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലേ? എന്നാ പിന്നെ വേഗം കുളിച്ച് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഫോൺ ചെയ്തപ്പോൾ ബേബിക്കുട്ടൻ തിരക്കഥയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. താൻ ആദ്യം കുളിക്ക്, നമുക്ക് സംസാരിക്കാം. കുളിയല്ലല്ലോ പ്രധാനം. ഉദയൻ ആദ്യം എഴുതിയ തിരക്കഥ വായിച്ചു കേട്ടപ്പോൾ അറിയാമായിരുന്നു, ഷുവർ ബെറ്റാണ്. ഇത് അവാർഡുകൾ കിട്ടുമായിരിക്കും, പക്ഷേ അതല്ലല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. അവാർഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും ഈ കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? എന്ന് വെച്ച് മിമിക്രി കാണിച്ച് മലയാള സിനിമയെ കുളം തോണ്ടാനും ഞാനില്ല. അതൊന്നും വേണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ആളുകളെ എന്റർടൈൻ ചെയ്യലാണല്ലോ സിനിമ. ഏതാളുകളെ? ഞാൻ തർക്കിക്കുകയല്ല. ഞാൻ തർക്കിക്കുകയാണ്. സിനിമ കാണുന്നവരെ നിങ്ങൾ നിർമ്മാതാക്കൾ വില കുറച്ച് കാണുകയാണ്. നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. അതല്ല സത്യം. അവർക്ക് നല്ല സിനിമകൾ കൊടുത്ത സംവിധായകരും അവർ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളും അവരെ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകളെടുത്ത്. അതുകൊണ്ടാണ് അവർ മിമിക്രിക്ക് കൈയടിക്കുന്നത്. മനസ്സിലായോ? നല്ല ചിത്രങ്ങളിലേക്ക് അവർ തീർച്ചയായും മടങ്ങി വരും. വന്നാൽ കൊള്ളാം. നമ്മൾ അതും ഇതും പറഞ്ഞ് വെറുതെ നേരം കളയണ്ട. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. പ്രസാദ് എന്തിൻ്റെ ഇപ്പം തീരെ മാർക്കറ്റില്ല. അപ്പോൾ അല്ല, സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നാണല്ലോ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണല്ലോ ചൊല്ല്. ചാടിക്കടിക്കാൻ വരരുത്. സരോജ് കുമാറിനെ നായകനാക്കിയാൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോകും. എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ച് കയറുകയാണ്. ഇതുള്ളിലുള്ളത് കൊണ്ടാണ് ബേബിക്കുട്ടൻ ആദ്യം തിരക്കഥയെ ഒന്ന് വിമർശിച്ച് നോക്കിയത്. അയ്യോ, അതല്ല. ഇക്കാര്യം ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു യാത്ര ഒഴിവാക്കാമായിരുന്നു. ഫർഗെറ്റ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറുകെട്ടവനെ പിടിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കലാണോ? ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്റെ അഭിമാനവും മനസാക്ഷി അടിയറ വെക്കലാണോ? പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. 1 മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും പണം ഇട്ടോളാം. ആദ്യ സിനിമയ്ക്ക് വേണ്ടി ബേബിക്കുട്ടൻ എനിക്ക് തന്ന അഡ്വാൻസ്. ഇത് വാങ്ങൂ. ഉദയ, നമ്മൾ തമ്മിൽ അങ്ങനെ സൗഹൃദം വേറെ, സിനിമ വേറെ.